കണ്ട ശരിക്കും ഉള്ളിലും നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് പുറത്തും കൂടി ഈ അരപ്പ് നമ്മൾ എന്താ പറയുക പുരട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാ വൈകണേ, തുടങ്ങിക്കൂടെ? നമ്മൾ ഉരുളി എടുത്ത് വെച്ചേക്കാണ്. ഇവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ടല്ലോ കുറേ. ഞാൻ ഇതിനകത്ത് ചെറിയ പുളിപ്പേ ഉള്ളൂ നമ്മുടെ ഇതിനകത്ത് ചമ്മന്തിക്ക്. അതെന്താ ശരിക്കും അങ്ങനെ വെച്ചാണ് ചെറിയ പുളിപ്പ്? ഗ്രേവി ഉണ്ടാക്കുമല്ലോ, ഗ്രേവിയുടെ അകത്ത് മാങ്ങ ഉണ്ടാവും, അപ്പോൾ പുളി ഉണ്ടാവും. അപ്പോൾ മാങ്ങ നമ്മൾ ഈ ഗ്രേവിയിൽ മാങ്ങ ഓൾറെഡി ഇടുന്നുണ്ട് ഇനി. അപ്പോൾ അതിൻ്റെ പുളിയും കൂടി പിടിച്ച് ഓവർ പുളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്ത ചമ്മന്തിയില്ലേ. അത് പുളിപ്പുണ്ട്, പക്ഷെ നേരിയ പുളിപ്പേ ഉള്ളൂ. മാങ്ങ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവുക. മാങ്ങയൊക്കെ ഇവിടെ ചെത്തി നല്ല പീസാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുന്നുണ്ട്. ഫസ്റ്റ് ഉലുവ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട് നമ്മൾ. ഉലുവയിട്ട് അത് മൂപ്പിച്ച് മൂത്തിട്ടുണ്ട്. ഈ കടുക് ഇത് ഇത്തിരി അകലം പാലിച്ച് നിൽക്കുന്ന തന്നെ നല്ലത്. കടുകിടുന്നുണ്ട്. അതെ, ഇപ്പുറത്ത് നല്ല കോഴി. ഇതെന്തിനാ കോഴി വറുത്തിട്ടെടുത്ത് കറിയിലോട്ട് ഇട്ടിട്ടുണ്ട്? ഇത് എന്തിനുള്ള ബിരിയാണിക്കാണ്? ബിരിയാണി മസാലയാണ്. വറുത്തിട്ടുണ്ട്. ഇനി അത് വീണ്ടും എടുത്തിട്ട് നമ്മൾ കറിയിലോട്ട് ആ മസാലയിലോട്ടേക്ക് ഒന്ന് വറ്റിച്ചെടുക്കും. കട്ട രൂപത്തിൽ നല്ല ഗ്രേവി കട്ടയായിട്ട് എടുക്കും. ഇത് ബിരിയാണിയുടെ ഒപ്പം കുറച്ച് നന്നായിട്ട് ചോപ്പ് ചെയ്ത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി, അതുപോലെ നമ്മൾ ഇഞ്ചി ഇടാൻ പോവാണ്. ഇതും ഫൈൻ ചോപ്പ് അല്ലാണ്ട് കൊത്തി അരിഞ്ഞത്. നമ്മുടെ മുളക്, പച്ചമുളക് നേരെ കീറില്ലേ, നടുവേ കീറിയത്. പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി നല്ല ചൂട് എണ്ണയിലിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുക. എരിവ് കിടന്നോട്ടല്ലേ, ആ പുളിയും എരിവും എല്ലാം കൂടി ഒന്ന് കിടക്കുന്നത്. നമ്മൾ ചുവന്നുള്ളി കേട്ടോ, ചുവന്നുള്ളി ഇടാൻ പോവാ. ഞാനിവിടെ കേട്ട് എന്തോ സ്പെഷ്യൽ പായസംസ് ഇവിടെ കിട്ടും. പായസം കിട്ടും. എന്തൊക്കെയാ ഇവിടെ? വെജിറ്റബിൾ എല്ലാം പായസം. വെജിറ്റബിളിലെല്ലാം ഇവിടെ പായസം. പാവയ്ക്കാൻ പായസം കൊടുക്കും. കയ്പില്ലാത്ത പാവയ്ക്ക കിട്ടുമ്പോൾ അവിടെ കണ്ട് തക്കാളി വെച്ച് പായസം ഉണ്ടാക്കണം. അവിടെ ചോദിച്ചപ്പോൾ തക്കാളി വെച്ച് മാത്രമല്ല ചീര വെച്ച് പായസം, പിന്നെ അങ്ങനെ എല്ലാം വെച്ച് പായസം ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ തക്കാളിയാണ്. അതെന്താണ് ഞാൻ ട്രൈ ചെയ്തിട്ട് പോകുള്ളൂ. ജോസേട്ടനാണ്. നമസ്കാരം. ഇതാണ് ജോസേട്ടൻ, നമ്മുടെ പായസത്തിൻ്റെ ആളാണ്. ഇന്നിപ്പോൾ തക്കാളി പായസം, പിന്നെ ചീര പായസം, വേറെ എന്തൊക്കെയാ? മത്തങ്ങ, ചേന, പാവയ്ക്ക, ഇതാണ് 30 വെറൈറ്റി പായസം വയ്ക്കും. പിന്നെ വേറെ എന്താ വേണ്ടത്? വെജിറ്റബിൾ പായസം. വെജിറ്റബിൾ പായസം അല്ല, ഫുള്ള് കൊടുക്കുന്നത്. മിക്സഡ് വെജിറ്റബിൾസും ഉണ്ട്. എന്തായാലും ഇത് ഒന്ന് കഴിയട്ടെ മൊത്തം. ശരിയേട്ടാ. അപ്പൊ ജോസേട്ടൻ പായസത്തിൻ്റെ അതിൽ പൊളിക്കും, ചേട്ടൻ ഇങ്ങനത്തെ ഡിഷിൽ പൊളിച്ചു വയ്ക്കും. നമ്മൾ മഞ്ഞപ്പൊടി ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, ഇത്ര മതി. ഇത് കാശ്മീരി ചില്ലി അല്ല, നമ്മുടെ നാടനാണോ? നാടനാണോ കാശ്മീരി ആണോ? നാടനാണ്. ഇപ്പം നല്ല എരിവുണ്ടാവും. എന്നിട്ടാണ് ഈ പച്ചമുളകും കൂടി വാരി ഇട്ടത്. ശരി, ഓരോ ഡിഷിന് ശരിക്കും എരിവും ഇതൊക്കെ വേണമെന്നുണ്ടല്ലോ. ശരിയാ, ചൂടല്ല കേട്ടോ, എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി അല്ലേ? നമ്മൾ കാശ്മീരി ചില്ലി ഒന്നല്ല യൂസ് ചെയ്യാറ്, സാധാരണ നമ്മുടെ നാടൻ എന്താ പറയുക മുളക് പൊടിയാണ്. നല്ല എരിവാണ്. തേങ്ങ അരച്ചതാണ്. തേങ്ങ അരച്ചിട്ട് ഒഴിക്കാൻ പോവാണ്. ആയോ? ശരി. ഇത് ഫസ്റ്റ് സെക്കൻഡ് പാൽ. അപ്പോൾ അതിന് തേങ്ങ അരച്ചതല്ലേ ചേർത്തു? അരച്ചത് ചേർത്തു. ഇനി അരച്ചത് ചേർക്കല്ലാണ്ട് രണ്ടാം പാല്, വേറെ തേങ്ങ പിഴിഞ്ഞതിൻ്റെ രണ്ടാം പാല് കൂടി ചേർത്തു. ഇപ്പം എന്താ പറയുക, ഒരു മോര് കറിയുടെ ഫീലൊക്കെ കാണുമ്പോൾ കണ്ടോ? കറക്റ്റ് ഒരു മോര് കറി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനടുത്ത് മാങ്ങ ഇടാണ് നമ്മൾ. നല്ല പുളിയുള്ള മാങ്ങ ഞാൻ നേരത്തെ കഴിച്ചു. നല്ല പുളിയുണ്ട്. പക്ഷെ എന്തായാലും വീണ്ടും മാങ്ങ കാണുമ്പോൾ ആവിതൊക്കെ ഇങ്ങനെ വെള്ളം വരും. നമുക്കിത് ഇച്ചിരി നേരം അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെക്കാൻ പോവാം. ഇനി കുറച്ച് നേരം ഇങ്ങനെ അടച്ചിരിക്കുക. എത്ര നേരം ഇരിക്കുന്നത്? ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ. 3 മിനിറ്റ് അല്ലേ? അപ്പോൾ ഒരു 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ അവിടെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് അപ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചിരിക്കുന്നതാണ്. സ്വല്പം ഉപ്പ്. ഞങ്ങൾക്ക് ഫിഷ് ഇടാം അല്ലേ? അപ്പോൾ വരാലിടാൻ പോവാണ്. നേരെ കിട്ടാൻ മതി. എല്ലാവരും മഞ്ഞമയം. എല്ലാവരും മഞ്ഞ കളർ അല്ലേ? ഇപ്പം ഇത് ഓറഞ്ചായി, ചെറിയൊരു ഓറഞ്ച് ലുക്കായി.
ഇനി ഇത് എത്ര നേരം കിടന്ന് തിളയ്ക്കണം? ഇതൊരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 15 മിനിറ്റ് അല്ലേ? അത് കഴിയുമ്പോഴത്തേക്കാവും. ഇത് അടച്ചു വെക്കുകയാണ് അപ്പോൾ? 15 മിനിറ്റ് അടച്ചു വെച്ച് സാധനം തുറക്കുമ്പോൾ സംഭവം അതിനുള്ളിൽ നമ്മൾ 2 പ്രാവശ്യം തേങ്ങാപ്പാൽ ഒഴിക്കണം. ഫസ്റ്റ് സെക്കൻഡ് ഒഴിക്കണം അല്ലേ? അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കാവുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ പാലുകൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് 1-ാം പാല് 2-ാം പാല് എല്ലാം ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ആ ടൈം ഇൻ്റർവെൽ ആവണോ വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഇതൊന്നും അനക്കട്ടെ. നല്ല കട്ടയായി. ഫസ്റ്റ് പാലാണ്. ഇത് 2-ാം പാലല്ലേ? ഫസ്റ്റ് 1-ാം പാലാണോ? 2-ാം പാൽ. 2-ാം പാലാണ്. ഞാൻ ചോദിച്ച് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കും. നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യില്ല, ശരിക്കും ചട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ കുലുക്കിയൊക്കെ വെക്കും. ശരിക്കും നമ്മൾ ആ നേരത്തെ കണ്ട മീനിൻ്റെ ഫ്ലഷ് ശരിക്കും ഒരു വൈറ്റിഷായി വരുന്നുണ്ട്, വെന്ത് വരുന്നത് അല്ലേ? ഇനിയിപ്പോൾ ഇത് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് 1-ാം പാൽ നമ്മൾ ഇറക്കണ്ടേ? ഫിനിഷിംഗ് ആണ്. ഇനിയിപ്പോൾ എത്ര മിനിറ്റ് നമ്മൾ വെക്കണം? 10 മിനിറ്റ് കൂടി വെക്കണം. അടച്ച് തന്നെ വെക്കണം. 10 മിനിറ്റ് കൂടി അടച്ച് വെക്കണം. അപ്പം അത് കഴിഞ്ഞ് തുറന്ന് 1-ാം പാലോട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി അല്ലേ? എന്നാലും ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തുറക്കാൻ വേണ്ടി വെമ്പി നിൽക്കുകയാണ്. തുറക്കാൻ ഉലുവാപ്പൊടി കുറച്ച് ഉലുവാപ്പൊടി തോന്നുന്നു. എന്താ ഉലുവാപ്പൊടി തോന്നുന്നത്? ഒരു ഫ്ലേവർ കയറി പിടിക്കുമല്ലോ. നമ്മൾ 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. 1-ാം പാൽ ഒഴിച്ച് ഒന്ന് ഇത്തിരി കൂടി അപ്പോൾ അത് തിക്കാവും അല്ലേ? ശരിക്കും തിക്കാവും. ആഹാ, തീർച്ചയായിട്ടും മേത്തിക്ക ചേർന്ന ഇനി അടച്ചിരിക്കണം. തുറന്നാൽ അപ്പം ശരിയാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് 2 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമ്മുടെ എന്താണ് ചട്നി സ്റ്റഫ്ഡ് വരാൽ പുഴുങ്ങി. അപ്പോൾ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ മീൻകറി അല്ല വരാൽ മീൻകറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറക്കല്ലേ? തുറക്കാൻ പോകാം. ആഹാ, ശരിക്കും നല്ലതായിട്ട് തിളച്ച് നിൽക്കണം. കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒന്ന് മേത്ത് തൂക്കിയിട്ടുണ്ട്. സംഭവമായി. ഇനിയിപ്പോൾ നമ്മൾ അങ്ങ് എടുക്കുക. തിളച്ചോണ്ടിരിക്കുമല്ലോ, ചൂടാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ മാറ്റാൻ പോവാം. ശരിക്കും തിക്കായിട്ടോ, ഗ്രേവി ശരിക്കും തിക്കായി വരുമതിൽ. ഓ പൊളിച്ചു. അപ്പോൾ നമ്മുടെ വരാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു സ്പെഷ്യലായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇടിയിറച്ചിന്ന് പുറത്ത് വെച്ച് പറഞ്ഞില്ലേ, അതും നമ്മൾ ഉണ്ടാക്കാമല്ലേ ചേട്ടാ? ഇടിയിറച്ചി ഇറക്കാം. ഇടിയിറച്ചി ഞാൻ അവിടെ വയ്ക്കുന്നത്. ഇടിയിറച്ചി സ്റ്റാർട്ട് ചെയ്യാം.